മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന സിനിമയാണിത്. ഈ സിനിമയുടെ ചരിത്രം വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് പഠിക്കേണ്ടത്. പല ചോദ്യങ്ങൾ ഈ സിനിമയിൽ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 1857 റിവോൾട്ടിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഒരു റിവോൾട്ടിന്റെ ചരിത്രം ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ഓക്കെ, അപ്പം കർണാടക അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് നമ്മൾ ക്ലാസ്സസ് എടുക്കുമ്പോൾ കർണാടക, രാജസ്ഥാൻ, തമിഴ്നാട് ഇതിന്റെ ഒക്കെ പേപ്പറുകൾ വിശകലനം ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കർണാടക അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ മെയിൻസിന് ചോദിച്ച ഡിസ്ക്രിപ്റ്റീവ് ചോദ്യം എന്താണെന്നറിയോ? വൈറ്റ് മാൻസ് ബേർഡൻ എന്താണെന്ന. വാട്ട് ഈസ് മീൻ ബൈ വൈറ്റ് മാൻസ് ബേർഡൻ? ഡിസ്ക്രിപ്റ്റീവ് ചോദിച്ചതാ. ഈ ചോദ്യം വന്നു വിടുന്ന സിവിൽ സർവീസസിൽ നിന്നാ. നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യമേ അറിയേണ്ടത് റുട്യാർഡ് ക്ലിപ്പിങ്ങിന്റെ ഒരു കവിതയുടെ പേരാണ് വൈറ്റ് മാൻസ് ബേർഡൻ എന്നൊന്ന് കവിത നിങ്ങൾ പഠിക്കണം. ഇതിന്റെ തീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സംസ്കാര സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ്. ഇന്ത്യക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കാരം തീരെ ഇല്ലാത്ത ബാർബേറിയൻസാ. ഇന്ത്യക്കാർ മാത്രമല്ല, കറുത്ത വർഗ്ഗക്കാരുണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, വിയറ്റ്നാമീസ് ഉണ്ട്, എല്ലാവരും, അതായത് വെള്ളക്കാരനല്ലാത്ത എല്ലാവരും വൃത്തികെട്ടവന്മാരാണ് എന്നാണ് വൈറ്റ് മാൻ ബേർഡൻ എന്ന് പറഞ്ഞ പോയതിന്റെ തീം. അപ്പൊ ഇത്രയും സംസ്കാരം ഇല്ലാത്ത നമ്മളെയൊക്കെ സംസ്കാര സമ്പന്നരായിട്ട് ആക്കുക എന്നുള്ള സംശയം, സംസ്കാര സമ്പന്നരാക്കുക എന്നുള്ള ബേർഡൻ, ഉത്തരവാദിത്വം ആരുടെ മണ്ടയിലാ? വെള്ളക്കാരന്റെ മുകളിലാണ്. അതായത് വേദനിക്കുന്ന കൊടീശ്വരൻ എന്നൊക്കെ പറയുന്ന പോലെ ബാക്കിയുള്ളവർക്കൊക്കെ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാന്നുള്ള ബേർഡൻ, ഉത്തരവാദിത്വം ബ്രിട്ടീഷുകാർക്കുള്ളതാണ്. സോ ഈ ഉത്തരവാദിത്വം നിറവേറ്റാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതും നമ്മളെ ആക്രമിച്ച് നമ്മളെ കീഴടക്കിയത്. എന്നാൽ നമ്മളെ സംസ്കാരം പഠിപ്പിക്കാൻ ഒന്ന് ആലോചിക്കുകയെ, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ നിങ്ങളെ വീട്ടിൽ ചവിട്ടി കയറി വന്നിട്ട് പറയാണ് നിങ്ങളൊക്കെ സംസ്കാര സമ്പന്നരാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ട് ഇരിക്കുക. ഇഷ്ടപ്പെടുവോ? ഇല്ല. ഇതാണ് ബ്രിട്ടീഷുടെ ഉടായ്പ്. എപ്പോഴും പറഞ്ഞ കാര്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചോര പുരണ്ട കരങ്ങൾ ബ്രിട്ടീഷ് ക്രൗണിന്റെ ആണെന്ന് പറയും. ബിക്കോസ് ദാറ്റ് പേഴ്സൺ വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെത്ത് ഓഫ് മിനിമം ഒരു 2-3 മില്യൺ പീപ്പിൾ. ഓക്കെ, അപ്പം ഇതിന്റെ കോണ്ടെക്സ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമ്മൾ ഡൗട്ട്സ് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇത് അതിന്റെ ഒരു തീമാണ്. ഒരു വെള്ളക്കാരൻ എന്ത് ചെയ്യുന്നു? ആഫ്രിക്കൻസിനെയും ഇന്ത്യക്കാരെയും ആണ്, സിഖുകാരനുണ്ട്, ചൈനീസിനെയും വിയറ്റ്നാമീസിനെയും അറബ്സിനെയും ഒക്കെ തോളിലെടുത്ത സംസ്കാരം സിവിലൈസേഷനിലേക്ക് പോവാണ്. ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി ടു ദ ബ്രിട്ടീഷ് ടു മേക്ക് ഓൾ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് സിവിലൈസ്ഡ് എന്നുള്ള തീമാണ് അവിടെ വരുന്നത്. നമുക്ക് ഇനി ആ സിനിമയിലേക്ക് ഒന്ന് തിരിച്ചു പോയാലോ? ഇത് ആ ഫിലിമിനകത്ത് ലോർഡ് കാനൻ പ്രഭു വരുന്നുണ്ട്, അറിയാം. 1857 റിവോൾട്ടിന്റെ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ലോർഡ് കാനൻ ആണ്. അപ്പൊ കാനന്റെ ഡയലോഗ് ആയത് വി ഷോൾഡർ ദ ബേർഡൻ ഓഫ് വൈറ്റ് മാൻ വിത്തൗട്ട് കംപ്ലൈന്റ്. അതായത് ഞങ്ങൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് ഇന്ത്യക്കാരെ നന്നാക്കാനാണ്, ഞങ്ങൾ അത് ചെയ്യും എന്നാണ് ഇദ്ദേഹം പറയുന്നത്, അല്ലെ? ഈ ചെയ്ത്തിന്റെ ഭാഗമാണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലിരിക്കണം. ഇനിയാണ് നമ്മൾ ഫ്രെയിംവർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രെയിംവർക്കുകളിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ എന്താ ഫ്രെയിംവർക്ക്? എന്താ ഇവിടുത്തെ മന്ത്രം എന്താ പറഞ്ഞു കേൾക്കട്ടെ. എന്ത് മന്ത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കണ്ടേ? ചരിത്രം പഠിക്കാനാണെങ്കിൽ ഏത് സബ്ജക്ട് നമ്മൾ ഉപയോഗിക്കേണ്ട മന്ത്രം എന്താ? യെസ് ഷബിന, വെരി ഗുഡ്. പെസ്റ്റൽ മന്ത്ര. പെസ്റ്റൽ. സോ ഫസ്റ്റ് തിങ്, പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ ഈ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കണ്ട ഏറ്റവും വലിയ കലാപം അതായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റേ ഉള്ളൂ അത്രയും വലിയ കലാപം എന്ന് പറയാം. സോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കണ്ട ഏറ്റവും വലിയ കലാപം 1857 റിവോൾട്ടിന്റെ കാരണങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിന്റെ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, എൻവയോൺമെന്റ് ആൻഡ് ലീഗൽ കാരണങ്ങളിൽ കൂടെ നമ്മൾ പോകും. അപ്പൊ നമുക്ക് ആദ്യമേ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണം നോക്കാം. എന്താ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, വാട്ട് ഈസ് മീൻ ബൈ പൊളിറ്റിക്സ്? രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ. രാഷ്ട്രീയം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? രാഷ്ട്രീയം എന്തായിരുന്നു രാഷ്ട്രീയം എന്ന് പറയുന്നത്? യെസ്, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി, സ്ട്രഗിൾ ഫോർ പവർ. കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, ഒരു നിരൂപണ ഗ്രന്ഥമാണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്, ലോകത്ത് എല്ലായിടത്തും നടക്കുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളാണ്, അതാണ് ലോകത്തിലെ പ്രശ്നങ്ങളുടെ ഒക്കെ കാരണമെന്ന് മാരാർ അതിനകത്ത് കൃത്യമായിട്ടും പറയുന്നുണ്ട്.
1857 ആ പുസ്തകത്തിന്റെ തീം മഹാഭാരതത്തിന്റെ നിരൂപണമാണ്. പക്ഷെ ലോകത്തിൽ എല്ലായിടത്തും നടക്കുന്ന യുദ്ധങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഇതാണെന്ന് അദ്ദേഹം അത് കൃത്യമായിട്ട് രേഖപ്പെടുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, അല്ലെങ്കിൽ 1857 ഏത് യുദ്ധത്തിന്, ഏത് സ്ട്രഗിളിന്റെ പ്രധാനപ്പെട്ട കാരണം പൊളിറ്റിക്കലാണ്, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയ. എല്ലാത്തിനും കോമൺ തീമാണ്. ഇവിടെ ഇന്ത്യക്കാരുടെ കയ്യിലുള്ള പല അധികാരങ്ങളും ബ്രിട്ടീഷുകാരെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എക്സാക്ട്ലി കോംറേഡ്. ഇപ്പൊ കോംറേഡ് എന്ന പേരുള്ള ഒരു വ്യക്തി മൾട്ടിപോളർ വേൾഡ് ഓർഡർ എന്നൊക്കെ പറയുന്നത് എക്സാക്ട്ലി കറക്റ്റ് ആണ്. നമ്മളത് അയ്യാനത് ഡിസ്കസ് ചെയ്യും. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമ്മൾ എത്തിച്ചേരുന്ന ഒരു ലോകാവസ്ഥയാണ് മൾട്ടിപോളർ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത്. വി വിൽ ഡിസ്കസ് ദാറ്റ്. തൽക്കാലം നമുക്ക് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇന്ത്യക്കാരുടെ കയ്യിലുള്ള അവകാശങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുക. എങ്ങനെയൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്. സി, ഇന്ത്യക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ മതവിശ്വാസത്തിലും ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കല്യാണം, അല്ലെങ്കിൽ ഇത് പാരമ്പര്യ അവകാശങ്ങൾ, ട്രഡീഷണൽ റൈറ്റ്സ്, ദത്തവകാശങ്ങൾ. ഇതൊക്കെ ഇന്ത്യക്കാരുടെ ഭയങ്കര സെന്റിമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, ഇതിന്റെ മലയാളം എന്താ? ദത്താവകാശ നിരോധന നിയമം. ഇതിനുണ്ടല്ലോ ബ്രിട്ടീഷുകാർ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഒരു രാജാവിന് മക്കളില്ല എന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് മകൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പണ്ടത്തെ രീതി അനുസരിച്ചാണ് രാജാവിന് ഒരാളെ ദത്തെടുക്കാം, ദത്തപുത്രന് രാജ്യഭാരം ഏൽപ്പിക്കാം. പക്ഷെ ഇവിടെ ഇനി മുതൽ അത് നടക്കത്തില്ല. ഒരു രാജാവിന് സ്വന്തമായിട്ട് മക്കളില്ലെങ്കിൽ ആ രാജ്യം മൊത്തവും ബ്രിട്ടീഷുകാരെ പിടിച്ചെടുക്കും. ഇതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പേരിൽ ഏത് രാജ്യമാണ് ആദ്യമായിട്ട് ഡോക്ട്രിൻ ഓഫ് ലാപ്സിന്റെ പേരിൽ പിടിച്ചെടുക്കുന്നത്? നമ്മുടെ സ്ഥിരം PSC ചോദ്യമാണല്ലോ. ഏത് രാജ്യത്തിനെയാണ് ദത്താവകാശ നിരോധന നിയമത്തിന്റെ പേരിൽ ബ്രിട്ടീഷ്? യെസ്, വെരി ഗുഡ്, സത്താര, വെരി ഗുഡ്, സത്താര. അപ്പൊ എനിക്ക് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു ടാസ്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഹിസ്റ്ററിയുടെ ഓരോ ലൈൻ ബൈ ലൈൻ നമുക്ക് പഠിക്കണമെങ്കിൽ അതിന് 10-70, അതായത് 100-200 മണിക്കൂറൊക്കെ വേണ്ടി, 150-200 മണിക്കൂർ വേണ്ടി. അതിന്റെ അത്ര സമയം നിങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾ റാങ്ക് ഫയലുകൾ ഇതിന് പാരലായിട്ട് വായിക്കാം. റാങ്ക് ഫയലുകൾ ഇതിന് സമാന്തരമായിട്ട് വായിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനകത്ത് ഓരോ സ്റ്റേറ്റും പിടിച്ച വർഷങ്ങളൊക്കെ ഉണ്ട്. റാങ്ക് ഫയൽസിൽ നിന്ന് ഇപ്പോഴും ചോദ്യങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. ഓക്കെ, സത്താര. അപ്പം ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, അവധിനെ പിടിച്ചെടുക്കുന്നത് എന്ത് ന്യായം പറയട്ടാ? അപ്പൊ സത്താര അല്ലെങ്കിൽ ഝാൻസി പോലെയുള്ള സ്ഥലങ്ങൾ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ഒരു ഉടായിപ്പ് നയം കൊണ്ട് ബ്രിട്ടീഷുകാരെ പിടിച്ചെടുക്കുക. അവിടുത്തെ രാജാക്കന്മാർക്ക് മക്കളില്ലായിരുന്നു, അപ്പം രാജ്യം പിടിച്ചെടുക്കി. അപ്പൊ അവധിനെ പിടിച്ചെടുക്കുന്നത് എങ്ങനാ? യെസ്, ചിപ്പി അറോറ, വെരി ഗുഡ്. മാൽ അഡ്മിനിസ്ട്രേഷൻ, ദുർഭരണം എന്നൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടാ. അപ്പം അവധിലെ രാജാവാണ് വാജിദ് അലി ഷാ. വാജിദ് അലി ഷായ്ക്ക് ഇഷ്ടം പോലെ മക്കളുണ്ട്. ഞാൻ മറ്റേ LDC ക്ലാസ്സിന് പറഞ്ഞ നാട് നിറയെ മക്കളാണ്. അതുകൊണ്ട് തന്നെ അനക്സേഷൻ അല്ലെങ്കിൽ അവധിനെ പിടിച്ചെടുക്കണമെങ്കിൽ അദ്ദേഹത്തിനെ ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സോടെ വർക്ക് ആവില്ല. അവിടെ വർക്കാവുന്ന ഒരേ ഒരു കാര്യം എന്താ? അദ്ദേഹം ദുർഭരണം നടത്തി എന്ന് പറഞ്ഞ് പുറത്താകല. ആക്ച്വലി വാജിദ് അലി ഷാ എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനായിരുന്നു, ജനങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ അവധിലെ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുക. ഞങ്ങളെ രാജാവ് നന്നായിട്ടാണ് ഭരിക്കുന്നത്, പിന്നെ എന്തിനാ നിങ്ങൾ ഞങ്ങളെ രാജാവിനെ പുറത്താക്കിയെന്ന് അവധിലെ ജനങ്ങൾ ചോദിക്കുക. അപ്പൊ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അവധിനെ നമ്മൾ വിളിക്കുന്നത് തന്നെ നഴ്സറി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ആർമി എന്നാണ്. ഇത് മുൻകാല വർഷ ചോദ്യമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? അത് അവധിനെയാണ്. ബിക്കോസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ പട്ടാളക്കാരെ, അത് ഇൻഫാൻട്രി ആയിക്കോട്ടെ, കാവലറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഡിവിഷനിലേക്കും പട്ടാളത്തിനെ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അവധ്. അതേ അവധിനെയാണ് അവർ കാല് വാരിയത്. അതായത് കൂടെ നിന്നിട്ട് കാല് വരിക എന്ന് പറയുന്ന പരിപാടിയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തൊരു രാജ്യമായിരുന്നു അവധ്. അവർക്ക് വേണ്ടുന്ന പട്ടാളം, അവർക്ക് വേണ്ടുന്ന ഗോതമ്പ്, അവർക്ക് വേണ്ടുന്ന പഞ്ചസാര, അവർക്ക് വേണ്ടുന്ന തുണിത്തരങ്ങൾ, ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന അവധ. ആ അവധിനെയാണ് ഇവര് കാല് വരുന്നത്. എക്സാക്ട്ലി. അത് മറ്റൊരു ചരിത്രമാണ്, ചില ഡൗട്ട് അടിക്കുന്നുണ്ട്. മറ്റേത് നേവൽ മ്യൂട്ടന്റിന്റെ ചരിത്രം ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് 1946-47 പീരീഡിലേക്ക് വരുമ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. യെസ്. അപ്പൊ ഇതാണ് അവധിന്റെ ചരിത്രം. ഇവിടെ മറ്റൊരു മുൻകാല വർഷ ചോദ്യമുണ്ട്. എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത് വൺസ് ഡേ. അതായത് ഒരു ദിവസം നമ്മുടെ വായിലേക്ക് വീഴാനിരിക്കുന്ന ചെറി എന്ന് ബ്രിട്ടീഷുകാർ എന്തിനെയാണ് പറഞ്ഞത് എന്നുള്ള ചോദ്യമുണ്ട്. ഇത് ആക്ച്വലി ഡൽഹൌസിയുടെ വാചകങ്ങളാണ്. ഡൽഹൌസി, അതായത് ഞാൻ പറയാൻ വന്ന കഥ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം. 1857 റിവോൾട്ട്, ആ വിപ്ലവം സംഭവിക്കുമ്പോൾ ഇന്ത്യയിലെ ഗവർണർ ജനറൽ കാനൻ പ്രഭുവ, കാനൻ
പക്ഷേ ഈ പ്രശ്നം ഉണ്ടാക്കിയതെല്ലാം ഡൽഹൌസി ആയിരുന്നു. ഡൽഹൌസി കൊണ്ടുവന്ന നയങ്ങളാണ് ഈ വിപ്ലവത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ. പക്ഷെ വിപ്ലവം ഉണ്ടായപ്പോഴത്തേക്കും ഡൽഹൌസി പൊടിയും തട്ടിപ്പോയി. ക്യാനൻ അനുഭവിച്ചത് മൊത്തം ക്യാനനാണ്. ഇതാണ് വല്ലവരും ചെയ്തതിന്റെ ഫലം നമ്മൾ അനുഭവിക്കാന്ന് പറയില്ല, സെയിം അവസ്ഥയാണ്. ഡൽഹൌസി ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ടിരുന്ന സമയത്ത് ഡൽഹൌസിയുടെ അടുത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടർ എന്നൊരു സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡൽഹൌസിക്ക് രഹസ്യ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഇന്ത്യയിലെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തോണം, നമുക്ക് നമ്മുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യണം, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറി ഷുഡ് ബി എക്സ്പാൻഡഡ് എന്നൊരു നിർദ്ദേശം ഡൽഹൌസിക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുക്കുന്നുണ്ട്. അതായത് പോയി അപ്പുറത്തെ പറമ്പിലെ കല്ലെടുത്ത് മാറ്റിയിട്ടോണം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. കിട്ടുന്ന രാജ്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു നിർദ്ദേശം ഡൽഹൌസി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡൽഹൌസി പറയുന്നൊരു കാര്യമാണ്, വിഷമിക്കണ്ട, നിങ്ങൾ അവധിനെ പറ്റിയല്ലേ പറഞ്ഞത്. കാരണം അവധിലെ മണ്ണ് പൊന്ന് വിളയുന്ന മണ്ണ, എന്ത് നട്ടാലും അത് കിളിക്കും. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിന്റെ ചരിത്രം ജോഗ്രഫി പഠിക്കുമ്പോൾ കാണും, അവധ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്ന് വിളയുന്ന മണ്ണെന്ന് വിളക്കുന്നത് അതിനെയാണ്. അതുകൊണ്ട് അവധിനെ പിടിച്ചെടുക്കണമെന്നാണ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഡൽഹൌസി എടുത്ത് പറയുന്നത്. അപ്പൊ ഡൽഹൌസി പറഞ്ഞത്, വിഷമിക്കേണ്ട, ഇറ്റ് ഈസ് എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു യുവർ മൗത്ത് വൺ ഡേ. അവധ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വായിലേക്ക് വീഴാൻ നിൽക്കുന്ന ചെറിയാണ്. കാര്യം നമ്മള് മരത്തിന് മുകളിലെ ചെറി ഫ്രൂട്ട് ഉണ്ടല്ലോ, അതിനെ കണ്ടിട്ട് നമ്മളിങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ്. വിഷമിക്കേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ അത് പഴുത്ത് താഴെ വീഴും, നമ്മുടെ വായിലേക്ക് തന്നെ ഒന്ന് വീഴും, വിഷമിക്കേണ്ട എന്ന് ഡൽഹൌസി പറയുന്നുണ്ട്. ആ വാക്ക് പാലിക്കാനാണ് അവധിനെ ദുർഭരണം എന്ന് പറഞ്ഞ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. യെസ്, നോർത്ത് ഇന്ത്യയിലാണ്. യെസ്, ഉത്തർപ്രദേശ് റീജിയനാണെന്നാണ് എന്റെ വിശ്വാസം. യെസ്. അപ്പം ഇതാണ് മറ്റൊരു പൊളിറ്റിക്കൽ റീസൺ. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഉണ്ട്, അവധിന് അനക്സേഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ബിപിൻ ചന്ദ്രയുടെ പുസ്തകത്തില് ഒരു പട്ടാളക്കാരന്റെ അവസ്ഥ ബിപിൻ ചന്ദ്ര കൃത്യത വന്നത്, രാജാറാം എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, രാജാറാം എന്ന് പറയുന്ന പട്ടാളക്കാരന്റെ അവസ്ഥ ബിപിൻ ചന്ദ്ര കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. അതായത് അവധാണ് പട്ടാളക്കാരെ ഈ പറയുന്ന രീതിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പട്ടാളക്കാരന് ഭയങ്കര വിലയാണ്. നാട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തിലെ അംഗമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. പക്ഷേ ഭയങ്കര മോശപ്പെട്ട ജീവിത സാഹചര്യമാണ്. ഈ ശ്രീറാം എന്ന് പറഞ്ഞ ആ വ്യക്തി, അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പട്ടാളക്കാരനാണ്, അവധിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് അച്ഛൻ ഒരു കർഷകനാണ്, അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു കർഷകനാണ്. സോ ഇൻ എഫക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഓരോ പട്ടാളക്കാരനും പെസന്റ് ഇൻ യൂണിഫോം ആണെന്ന് പറയും. പെസന്റ് ഇൻ യൂണിഫോം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഈ കാര്യങ്ങളൊന്നും എൽ ഡിക്ക് വേണ്ടി വരില്ല, അതുകൊണ്ട് നമ്മൾ എൽ ഡി ക്ലാസ്സിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഇത്ര ആഴത്തിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, കുറെ കൂടി ഈസിയാണ് അത്. അപ്പൊ പെസന്റ് ഇൻ യൂണിഫോം എന്ന് വിളിക്കുന്ന ആരെയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പട്ടാളക്കാരനെ. അതായത് അവൻ യഥാർത്ഥത്തിൽ ഒരു കർഷകനാണ്, യൂണിഫോം ഒക്കെ ഇരിക്കുന്നേ ഉള്ളൂ. അവൻ ജനിച്ചതൊരു കർഷകനായിട്ടാണ്, അവൻ അച്ഛൻ കർഷകനാണ്, മകൻ സഹോദരൻ കർഷകനാണ്, എല്ലാവരും കർഷകനാണ്. പക്ഷെ ഇവൻ എന്തോ ഭാഗ്യത്തിന് പട്ടാളത്തിൽ കയറി, യൂണിഫോം ഇട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ, അവൻ യഥാർത്ഥത്തിൽ കർഷകനാണ്. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പട്ടാളക്കാര്, ഇന്ത്യക്കാരുടെ പട്ടാളക്കാർ എല്ലാവരും എന്താ, പെസന്റ് ഇൻ യൂണിഫോമാണ്. അത് ഒരിക്കലും മറക്കരുത്. അതുകൊണ്ടാണ് ഈ റിവോൾട്ട് ആരംഭിച്ചപ്പോൾ ഈ റിവോൾട്ടിൽ അത് ബ്രിട്ടീഷുകാരെ കൊന്നൊടുക്കാൻ മുമ്പിൽ നിന്നത് ആരാ? പട്ടാളക്കാർ തന്നെ. ബ്രിട്ടീഷ് പട്ടാളം തന്നെയാണ് ബ്രിട്ടീഷുകാരെ കൊന്നൊടുക്കാൻ മുമ്പിൽ നിന്നത്. ബിക്കോസ് അവർ ഓരോരുത്തരും അവധ് എന്ന് പറഞ്ഞ മണ്ണിനോട് കൂറ് പുലർത്തിയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അത് ക്ലിയർ ആണ്. മറ്റൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത്, നാനാ സാഹിബ്, ലക്ഷ്മി ഭായ്, ബഹദൂർ ഷാ സഫർ പോലെയുള്ള ലീഡേഴ്സ്, നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ റോള് വളരെ വലുതാണ്. അത് നമ്മൾ തൊട്ടടുത്ത സ്ലൈഡ്സ് അതൊക്കെ പഠിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, പൊളിറ്റിക്കൽ റീസൺ എന്ന് പറയുന്നത്, ഇന്ത്യൻസ് വെർ ഡിപ്രൈവ്ഡ് ഓഫ് ഇമ്പോർട്ടന്റ് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് എന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകൾ, അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഡൽഹൌസിയുടെയും അല്ലെങ്കിൽ പല ബ്രിട്ടീഷ് ഹിസ്റ്റോറിയന്റെയും വാചകങ്ങളുണ്ട്, ഇന്ത്യൻസ് ആർ ഇൻഹറന്റ്ലി ഡിസോണസ്റ്റ്. അതായത് ഇന്ത്യക്കാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇന്ത്യക്കാരെ മൊത്തവും അഴിമതിക്കാരാ, കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാ. ഒരു ഇന്ത്യക്കാർക്ക് നമുക്ക് ഉത്തരവാദിത്വമുള്ള ജോലികൾ ഏൽപ്പിക്കാൻ പറ്റില്ല. അതായത് ഈ കാലഘട്ടത്തിലും നമുക്ക് എന്തുണ്ട്, കളക്ടർമാരുണ്ട്. നിങ്ങളൊക്കെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന പലരുടെ ആഗ്രഹം KS ഒക്കെ ക്ലിയർ ചെയ്തിട്ട് കളക്ടർ ആവണം എന്നുള്ളതല്ലേ? ആ പോസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരാ. പക്ഷെ പണ്ട് ഇന്ത്യക്കാർക്ക് കളക്ടർ ആവാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളൊന്നും ഇന്ത്യക്കാർക്ക് തന്നിരുന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏതോ ഒരു വെള്ളക്കാരെ വന്ന് നമ്മളെ ഭരിക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. നമ്മുടെ മനസ്സിൽ ഫ്രസ്ട്രേഷൻ, നിരാശ കുമിഞ്ഞുകൂടുന്നു. അതാണ് പിന്നെ റിവോൾട്ടായിട്ട് മാറുന്നത്. പിന്നീട് ഈ പറയുന്ന പോലെ അഷ്റഫ് എന്ന് പറയുന്ന ആൾക്കുണ്ട്, അഷ്റഫ്സ്. ഇത് പേർഷ്യൻ ഉറുദു എലൈറ്റ്സ് ആണ്. കാര്യം 1837 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്തായിട്ട് മാറുക? ഇംഗ്ലീഷ് ആയിട്ട് മാറുകയാണ്. ഇംഗ്ലീഷ് ആയിട്ട് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ മാറുകയാണ്.
ഇംഗ്ലീഷായിട്ട് മാറിയപ്പം പഴയ പേർഷ്യൻ പണ്ഡിതന്മാരായിട്ടുള്ള അഷ്റഫുകൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടു. കാരണം ഇവര് പേർഷ്യൻ ഭാഷയുടെ വിദഗ്ധര, അതും ട്രാൻസ്ലേഷൻ ജോലി ചെയ്യുന്ന ആൾക്കാരാ, തർജ്ജമ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാ. ഇനിയിപ്പം പേർഷ്യൻ ഭാഷയ്ക്ക് വലിയ റോളില്ലല്ലോ, ഉറുദു ഭാഷയ്ക്ക് റോളില്ല, ഇംഗ്ലീഷിനാണ് റോൾ. അതുകൊണ്ട് തന്നെ ഇവരുടെ ജോലി നഷ്ടമായി. അപ്പൊ ഇവര് വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ. ഒരു പഴശ്ശിരാജയിലെ ജഗദീഷ് ശ്രീകുമാറിനെ പോലുള്ള ആൾക്കാരാ. പഴശ്ശിരാജയിലെ ജഗദീഷ് ശ്രീകുമാർ ട്രാൻസ്ലേറ്ററാ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റാ അത്. അപ്പൊ ഇവരുടെ ജോലി നഷ്ടമായി. പക്ഷെ ഇവർക്ക് സമൂഹത്തിൽ എന്തുണ്ട്, വലിയ സ്വാധീനമുണ്ട്. ഇവർക്ക് സ്വാധീനമുള്ള ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പടവെട്ടി. ഇതാണ് മറ്റൊരു പൊളിറ്റിക്കൽ റീസൺ. ഓക്കെ, ഇന്നും ഇന്ത്യയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണ്? നമ്മുടെ ഇന്ത്യക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ടോ? ഇപ്പം നമുക്കിപ്പോ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ടോ? ഇല്ലേ? നമുക്ക് നാഷണൽ ലാംഗ്വേജ് ആണ് ഇല്ലാത്തത്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. നമുക്ക് ദേശീയ ഭാഷ ഇല്ല, പക്ഷെ ഔദ്യോഗിക ഭാഷയുണ്ട്, ഇംഗ്ലീഷ്. കണ്ടോ? ബ്രിട്ടീഷുകാർ 1837 കൊണ്ടുവന്ന ഇംഗ്ലീഷ് ആണ് ഇന്നും ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. ഇംഗ്ലീഷിന്റെ കൂടെ ഹിന്ദിയും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഹിന്ദിയും കൂടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ടിനകത്ത് ഹിന്ദിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി, ശ്രീലക്ഷ്മി അനൂപ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നുണ്ട്, ഇപ്പൊ അതുണ്ട്. അപ്പൊ ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് ബ്രിട്ടീഷുകാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. കേരളത്തിലെ ഔദ്യോഗിക ഭാഷാ നിയമത്തിനുണ്ടല്ലോ മലയാളമാണ് കേരളത്തിലെ ഔദ്യോഗിക ഭാഷ, വെരി കറക്റ്റ്. പക്ഷെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്, ഹിന്ദിയോ. ആ ഇംഗ്ലീഷ് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാ. ഏത് ഗവർണർ ജനറലാ 1837 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് ഇംഗ്ലീഷിനെ പ്രഖ്യാപിച്ചത്? അത് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്ന സിസ്റ്റം കൊണ്ടുവന്ന ആരാ? ഇതാണ് കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാൻ നമ്മൾ പറയുന്നത്. കറണ്ട് അഫയേഴ്സ് വില്യം ബെൻഡിക്കസ്, നിന്ദു ചിപ്പി ഗുഡ്. വില്യം ബെൻഡിക് ആണ് അത് കൊണ്ടുവന്നത്. അത് ഓർത്തിരിക്കുക. നമുക്ക് പല പ്രാവശ്യം PSCയിലെ LD തല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക്. അപ്പൊ നമുക്കത് ഡിഗ്രി തല പരീക്ഷകളിൽ ഒരുപക്ഷെ വന്നേക്കാം. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ കോസ് ക്ലിയർ ആണോ? പൊളിറ്റിക്കൽ കോസ് എന്താണെന്നൊരു കാര്യം ക്ലിയർ ആണല്ലോ. നമുക്കിനി അടുത്ത കോഴ്സസിലേക്ക് പോവാം, അടുത്ത കോഴ്സസിലേക്ക് പോവാം. യെസ്, അപ്പം അടുത്ത കോഴ്സ് എന്താ? പി കഴിഞ്ഞിട്ട് ഇ ഉണ്ടല്ലോ. ഇ എന്തായിരുന്നു? എന്തായിരുന്നു ഇ? വാട്ട് വാസ് ഇ? അഷ്റഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉറുദു പണ്ഡിതന്മാരെ വിളിച്ചുകൊണ്ടിരുന്ന പേരാ. ഉറുദു പണ്ഡിതന്മാരുടെ ജോലി നഷ്ടമാവുന്നുണ്ട്, അങ്ങനെ അവരാണ് എടുക്കുന്നത്. എക്സാക്ട്ലി. ഇ എന്ന് പറയുന്നത് എക്കണോമിക് കോഴ്സ് ആണ്, അല്ലെ? എക്കണോമിക് കോഴ്സ്, അതായത് നമ്മുടെ കയ്യിലുള്ള പൈസ ഒരാൾ അടിച്ചു മാറ്റാൻ നോക്കുവാണെങ്കിൽ നമ്മൾ അയാളെ വെറുതെ ഇടൂ? ഇല്ല. അപ്പം സമ്പത്ത് അല്ലെങ്കിൽ എക്കണോമിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം 1857 റിവോൾട്ടിന് എക്കണോമിക്കൽ കോഴ്സുകൾ ധാരാളം ഉണ്ട്. നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ കോഴ്സിൽ നിന്നാണ് കഴിഞ്ഞ KS മെയിൻസിന് ചോദ്യം വന്നത്. ഇന്ത്യയിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, പാരമ്പര്യ വ്യവസായങ്ങൾ എന്തൊക്കെയാ? പാരമ്പര്യ വ്യവസായങ്ങൾ, തുണിത്തരങ്ങൾ, ഖാദി ഉണ്ട്, അല്ലെ? കരകൗശല വസ്തുക്കളുണ്ട്. നമ്മുടെ പാരമ്പര്യ വ്യവസായങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ നശിപ്പിക്കുക. അതായത് ബ്രിട്ടനിൽ ഇതേ കാലഘട്ടത്തിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം വന്നിട്ട് ഭയങ്കര ശക്തി പ്രാപിക്കുന്നത്, അല്ലെ? തൽക്കാലം ഈ ഒരു സ്റ്റേറ്റ് മൊമെന്റ്, ഈ ഒരു പോയിന്റിൽ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പോവാം. യെസ്, അപ്പം ട്രഡീഷണൽ ഇൻഡസ്ട്രി, നമ്മുടെ പാരമ്പര്യ വ്യവസായങ്ങളെ തകർക്കുവാണ്. എന്തുകൊണ്ടാ? ഇപ്പൊ ഇന്ത്യയിൽ നമുക്കൊരു ഖാദി ഉള്ള ഒരു ഷർട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു നെയ്ത്തുകാരനിരുന്ന് രാവും പകലും കഷ്ടപ്പെടണം. അപ്പൊ അതിന് ആ രീതിയിൽ വില ഉണ്ടാവും, അല്ലെ? അതേസമയത്ത് ബ്രിട്ടനിൽ നിന്നുള്ള അവിടുത്തെ അവിടുത്തെ ഫാക്ടറികൾ മെഷീൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? അതിനേക്കാൾ ഖാദിയേക്കാൾ ക്വാളിറ്റി ഉള്ള കോട്ടൺ ക്ലോത്ത്സ് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എത്ര ദേശീയത പറഞ്ഞാലും നിങ്ങൾക്കിപ്പം 500 രൂപയുടെ ചൈനീസ് സാധനമാണോ വാങ്ങിക്കുക, അതോ സെയിം ക്വാളിറ്റിയിൽ 1000 രൂപയുടെ ഇന്ത്യൻ സാധനം ആയിരിക്കും വാങ്ങിക്കുക? യെസ്, മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. ആലോചിച്ച് നോക്കിയേ. ചൈന സാധനമേ നിങ്ങളൊക്കെ വാങ്ങിക്കത്തുള്ളൂ, ഞാനും ചൈന സാധനം വാങ്ങിക്കത്തുള്ളൂ, അല്ലെ? കാര്യം എക്കണോമിക്സ്, ഇവിടെ ബിഹേവിയറൽ എക്കണോമിക്സിന് കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ബിഹേവിയറിനെ എക്കണോമിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. നമുക്ക് 2-3 വർഷം മുമ്പ് നോബൽ പ്രൈസ് കിട്ടിയ കോൺസെപ്റ്റാണ് ബിഹേവിയറൽ എക്കണോമിക്സ്. ബിഹേവിയറൽ എക്കണോമിക്സ് പറഞ്ഞ സിദ്ധാന്തം ഇതാ: സൈക്കോളജിക്കലി സ്പീക്കിംഗ് നമ്മുടെ മനസ്സ് എപ്പോഴും ബയാസ്ഡ് ആവുന്നത് ഫിനാൻഷ്യലി ഗെയിൻ ഉള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ്. യെസ്, പൈസയുള്ളവർ ഇന്ത്യൻ ഇല്ലാത്തവർ ചൈനീസ് എന്നൊക്കെ പറയുന്നത്. എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ ആ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഇന്ത്യയിലെ പാരമ്പര്യ വ്യവസായങ്ങൾ, കുടിൽ വ്യവസായങ്ങളൊക്കെ നശിച്ചു പോവാം. സപ്പോസ് നമുക്ക് ഒരു കരകൗശല വസ്തു ഉണ്ടാക്കി, സെയിം സാധനം ബ്രിട്ടനിൽ ഫാക്ടറി പ്രൊഡക്ഷനകത്ത് നിങ്ങൾ നേരത്തെ മാസ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് വളരെ ചീപ്പായിട്ട് ഇന്ത്യയിലേക്ക് എത്തിക്കുക, അതിന് വില കുറയും. അപ്പൊ ഇന്ത്യൻ കർഷകരുടെ നടു ഇവർ ഒടിച്ചു. അപ്പൊ KSന് ചോദ്യം വന്ന സെക്ഷൻ മനസ്സിലായോ? എങ്ങനെ അവർ ചോദ്യം വന്നെന്നുള്ള കാര്യം മനസ്സിലായോ? ഇതാണ് അതിന്റെ അപ്രോച്ച്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്കണോമിക് ഡയമെൻഷൻ ഇതിന്റെ ഒക്കെ നോട്ട് ചെയ്യാൻ തരാം കേട്ടോ. മറ്റൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷിന്റെ ലാൻഡ് റവന്യൂ പോളിസീസാണ്. അതായത്
നികുതി വ്യവസ്ഥകൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ ലാൻഡിൽ നിന്നും ടാക്സ് എക്സ്ട്രാക്ട് ചെയ്യുന്ന സിസ്റ്റംസ് ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതൊക്കെ. ജാമീന്ദാരി, ഗായത്രി, പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞത് എക്സാക്ട്ലി ജാമീന്ദാരി സിസ്റ്റം ആണ് പെർമനന്റ് സെറ്റിൽമെന്റ്. മഹൽവാരി സിസ്റ്റം ഉണ്ട്, റയത്വാരി ഉണ്ട്. ഇതിനെയൊക്കെ പറ്റി ഞാൻ ക്ലാസ് എടുത്ത് തരാം കേട്ടോ. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു ടോപ്പിക് ആണ്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക് ഡയമെൻഷൻ ഓഫ് ബ്രിട്ടീഷ് ഗവർണൻസ്, നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ആയിരിക്കും. അതിലൊക്കെ നമ്മൾ ഇത് എടുത്ത് പറയും. തൽക്കാലം നിങ്ങൾ ഫ്രെയിംവർക്കുകൾ കൂടെ പോവാ, ഈ ടോപ്പിക്കിന്റെ ഒക്കെ ക്ലാസ്സസ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പം ഈ ജാമീന്ദാരി സിസ്റ്റവും മഹൽവാരി സിസ്റ്റവും എന്നൊക്കെ പറയുന്ന ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഭൂമിയുടെ കരം, ടാക്സ് ഭയങ്കരമായിട്ട് കൂടി. സർ, സഹി കെട്ടിട്ട് കർഷകർ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് എന്ത് ചെയ്യുക? സമരം നടത്തുകയാണ്. എക്സാക്ട്ലി. ഇപ്പൊ പിന്നീട് സംഭവിച്ച ചില ഇഷ്യൂസ് ഉണ്ട്. ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ, ആംഗ്ലോ സിഖ് വാർ, ക്രിമിയൻ വാർ, സന്താൾ റെബലിയൻ ഒക്കെ ഈ കോണ്ടെക്സ്റ്റ് വരുന്നതാണ്. ഈ യുദ്ധങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാര് ഇന്ത്യൻ ട്രഷറിയിൽ നിന്ന് കാശെടുത്ത പണിയോണ്ടിരുന്ന് ആലോചിച്ച് നോക്കി. അതായത് ബ്രിട്ടീഷുകാർക്ക് ക്രിമിയൻ യുദ്ധം, ഇന്നത്തെ മറ്റേ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ തീമും ക്രിമിയൻ വാറാ. ഓക്കെ, അപ്പൊ ഇത് 1854 ആരംഭിച്ച സമയത്ത്, ഡൽഹൌസിയുടെ സമയത്ത് ഡൽഹൌസി റഷ്യയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ പട്ടാളക്കാരെ അയക്കുന്നുണ്ട്, ക്രിമിയയിലേക്ക് അയക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനാ? പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ? നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ക്രിമിയ റഷ്യയെ നമ്മൾ യുദ്ധം അവരുടെ ഇന്റേണൽ ഇഷ്യൂ, അതിനകത്ത് നമ്മൾ എന്തിനാ അയച്ചത്? ഡൽഹൌസി കാണിച്ച തോന്നിയ ദിവസം അല്ലേ? ഇന്ത്യൻ ട്രഷറിയിൽ നിന്ന് കാശെടുത്ത് ഇന്ത്യൻ പട്ടാളക്കാരെ റഷ്യയിലായി യുദ്ധം ചെയ്യിപ്പിക്കുന്നു. എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾക്ക്, സന്താൾ റെബലിയൻ നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. ട്രൈബൽ മൂവ്മെന്റിനകത്ത് നമ്മൾ സന്താൾ ട്രൈബ്സിന്റെ കാര്യം ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനകത്തൊക്കെ ബ്രിട്ടീഷുകാർ കുറെ സാമ്പത്തിക നഷ്ടം വരുന്നുണ്ട്. അപ്പൊ അത് ഈ പറയുന്ന രീതിയിൽ റിവോൾട്ടിന്റെ ഭാഗമാവുന്നുണ്ട്. ഈ സന്താൾ ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നും ഉള്ളൊരു പ്രധാനപ്പെട്ട വ്യക്തി ആരാ ഇപ്പം? ഈ ഗോത്ര വിഭാഗത്തിൽ ഇന്ന് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട വ്യക്തി ഉണ്ട്, ആരാ? യെസ് ദ്രൗപദി മുർമു. എക്സാക്ട്ലി, ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു ഇതേ ട്രൈബിലെ മെമ്പറാണ്. ഈ ട്രൈബൽ ഗ്രൂപ്പ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. സമര ചരിത്രം നമ്മൾ പഠിക്കും. സന്താൾ റെബലിയന്റെയും ഉലുഗാൻ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നേരത്തെ ചോദ്യങ്ങൾ വന്നില്ല. അതൊക്കെ അവിടുന്നാ. ഇതൊക്കെ സ്പെക്ട്രത്തിനകത്ത് എക്സ്ക്ലൂസീവ് ചാപ്റ്റേഴ്സ് ആണ്, ഇന്ത്യയിലെ ട്രൈബൽ അപ്രൈസിങ്. അവിടെ നിന്നാണ് ചോദ്യങ്ങൾ എല്ലാം വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യും. സിധുവുടെയും കൻഹുവിന്റെയും ഒക്കെ ചരിത്രം നമ്മൾ പഠിക്കും. എക്സാക്ട്ലി. അപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് നിങ്ങൾ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. കുറച്ച് നമുക്ക് ആഴത്തിൽ ഈ ടോപ്പിക് ഒന്ന് പരിചയപ്പെടാം. നമ്മൾ എപ്പോഴും ഇന്ത്യൻ ചരിത്രം പഠിക്കുമ്പോൾ ലോക ചരിത്രവുമായി മിക്സ് ചെയ്ത് പഠിക്കണം. അപ്പൊ ഭയങ്കര എളുപ്പമായിരിക്കും. ഈ ക്രിമിയൻ യുദ്ധം ഇപ്പൊ ന്യൂസിനകത്തുള്ളതാ അല്ലെ? കഴിഞ്ഞ പ്രാവശ്യവും ഡിഗ്രി തല പരീക്ഷയ്ക്ക് ചോദിച്ചത് ഉക്രൈനിന്റെ ബൗണ്ടറീസ് എന്തൊക്കെയായിരുന്നു. അപ്പൊ ക്രിമിയൻ യുദ്ധത്തിന്റെ ചരിത്രം ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരിക്കുക. റഷ്യക്ക് പണ്ട് മുതലേ ക്രിമിയ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള സ്ഥലത്തിലൊരു കണ്ണുണ്ട്. പണ്ടേ റഷ്യ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അവസാനം അടുത്ത കാലത്താണ് അറ്റാക്കിൽ റഷ്യ ജയിക്കുന്നതും റഷ്യ ക്രിമിയെ പിടിച്ചെടുക്കുന്നതും. അതിന്റെ അനുബന്ധമായിട്ടാണ് ഇപ്പോഴത്തെ ഉക്രൈൻ യുദ്ധം നടക്കുന്നത്. ഇതിന്റെയൊക്കെ ചരിത്രം ആരംഭിക്കുന്നത് 1854ലാണ്. പക്ഷെ ഈ സമയത്ത് റഷ്യക്ക് ജയിക്കാൻ ഒക്കുന്നില്ല. റഷ്യക്കെതിരായിട്ട് ഫ്രാൻസും ഓട്ടോമാൻ എംപയറും യുണൈറ്റഡ് കിങ്ഡവും പെഡിമോൺ സർദീനിയ പോലുള്ള രാജ്യങ്ങൾ അണിനിരന്ന് റഷ്യയെ തോപ്പിക്കുക. ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചറിയാം, ഇന്ന് ഈ രാജ്യമില്ല. പെഡിമോൺ സർദീനിയ എന്ന രാജ്യം ഇന്നില്ല. ഓട്ടോമാൻ എംപയർ ഇന്നില്ല. അതായത് ഇന്നിപ്പം അമേരിക്ക എന്ന് പറയുന്ന പോലെയായിരുന്നു പണ്ടത്തെ ഓട്ടോമാൻ എംപയർ, ലോകത്തിലെ ഏറ്റവും പവർഫുൾ സാമ്രാജ്യങ്ങളിലൊന്ന്. ഇന്നത്തെ ഫ്രാൻസോ അല്ലെങ്കിൽ ഇന്നത്തെ ചൈനയോ എങ്ങനെയാണ് അന്ന്, അതുപോലെ അന്നത്തെ പെഡിമോൺ സർദീനിയ. ആ കാലഘട്ടത്തിൽ ഏറ്റവും പവർഫുൾ കൺട്രീസ് ആണ് ഇതൊക്കെ. ഈ രാജ്യങ്ങളൊക്കെ എപ്പോഴാണ് അപ്രത്യക്ഷമായത്? പെഡിമോൺ സർദീനിയ, ഓട്ടോമാൻ എംപയർ ഒക്കെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവരൊക്കെ അപ്രത്യക്ഷമാണ്. ഭൂമുഖത്ത് നിന്ന് ഇവര് തുടച്ചു നീക്കപ്പെടുകയാണ്. ഫസ്റ്റ് വേൾഡ് വാർ. അതിന്റെ ഒക്കെ ചരിത്രം നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ കാണിക്കാം. അതൊക്കെ അടിപൊളി ഭയങ്കര രസകരമായിട്ടുള്ള ചരിത്രമാണ്. ലോകം ആക്ച്വലി വേൾഡ് ഹിസ്റ്ററി ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഓട്ടോമാൻ എംപയർ. നമ്മുടെ സിലബസിൽ ഇവരില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകും. ഓട്ടോമാൻ സാമ്രാജ്യമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്ന്. പക്ഷെ അവരുടെ ചരിത്രം നമുക്ക് പഠിക്കാൻ ഡീപ്പായിട്ടില്ല. പക്ഷെ നമ്മൾ പഠിക്കും, ജസ്റ്റ് നോക്കിപ്പോ അറിഞ്ഞിരിക്കണം കാര്യങ്ങൾ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ യുദ്ധത്തിൽ റഷ്യ തോറ്റുപോവുകയാണ്. ഈ ഘട്ടത്തില് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ ജയിക്കുക, അതായത് റഷ്യയെ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചു അല്ലെ? പക്ഷേ ഈ യുദ്ധത്തിൽ ധാരാളം ബ്രിട്ടീഷുകാർ മരിക്കുന്നുണ്ട്, ഇന്ത്യക്കാർ മരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടനിൽ ഭയങ്കരമായിട്ടുള്ള സമരം നടക്കും. അതായത് ബ്രിട്ടനിലെ ജനത ചോദിക്കുന്ന ഇതാ, എന്തിന് ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഭർത്താവ്, ഞങ്ങളുടെ ജ്യേഷ്ഠനെ നിങ്ങൾ
ക്രിമിയയിൽ കൊണ്ടുപോയി കൊന്നു എന്ന് ബ്രിട്ടനിലെ ജനത ബ്രിട്ടീഷുകാരുടെ തന്നെ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ ഇപ്പം അമേരിക്കയ്ക്ക് വിയറ്റ്നാമിനെ പറ്റി അതേ അർത്ഥമാണ്. അമേരിക്ക വിയറ്റ്നാമിൽ പോയി യുദ്ധം ചെയ്ത് കുറെ അമേരിക്കക്കാരെ മരിക്കുന്നു. അങ്ങനെ അമേരിക്കൻ ജനത അമേരിക്കയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ എന്തിനു അവിടെ കൊണ്ടുപോയി കൊന്നു, എന്ത് കാര്യത്തിന് കൊന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. അത് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കും. ഇതൊരു കോമൺ തീമാണ്. ബ്രിട്ടനും സെയിം ചോദ്യം ഇവിടെ നേരിടുക, എന്തിന് ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊന്നു. അപ്പൊ ഇതിനു ശേഷം ബ്രിട്ടീഷുകാർ ലോക പൊളിറ്റിക്സ് അധികം ഇടപെടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്തും സെക്കൻഡ് വേൾഡ് സമയത്തും മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. ഈ ക്രിമിയൻ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, ഉൾവലിയുക. കാര്യം അവർക്കിനി പട്ടാളത്തെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കാൻ വയ്യ. അതുകൊണ്ട് ബ്രിട്ടൻ ലോക പൊളിറ്റിക്സ് നിന്ന് പിൻവലിയ ഒരു സ്പ്ലെൻഡിഡ് ഐസൊലേഷൻ ഒരു പീരീഡ് ഉണ്ട് ബ്രിട്ടീഷ് ചരിത്രത്തില്. ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ ആഫ്റ്റർ ക്രിമിയൻ വാർ ദേ വെന്റ് ഇൻ ടു സ്പ്ലെൻഡിഡ് ഐസൊലേഷൻ. അതായത് അവർ ഐസൊലേറ്റഡ്, അവരിനി ഒന്നിലും ഇടപെടുന്നില്ല. പണ്ട് ഇവര് ലോക പോലീസ് കളിക്കുമായിരുന്നു, പക്ഷെ ഈ യുദ്ധത്തിന് ശേഷം അവർ ലോക പോലീസ് കളിക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് ശേഷം ഇവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ എവിടാ, ഇന്ത്യയിലാണ്. ഇവർക്ക് ഇന്ത്യ മതി, എല്ലാവർക്കും എന്നെ മതി എന്ന് മറ്റേ സിനിമയിലെ പുള്ളി പറയുന്ന പോലെ ഇന്ത്യ മതി ബ്രിട്ടീഷുകാർക്ക്. കാര്യം ഇന്ത്യയിൽ ഇഷ്ടം പോലെ സംഭവത്താണ്, പിന്നെ നമ്മൾ എന്തിനാ ക്രിമിയയിൽ ഉപയോഗിക്കാൻ അടി ഉണ്ടാക്കുന്നത്? ഇതാണ് അവരുടെ ചോദ്യം. അപ്പൊ ഈ യുദ്ധത്തിന് ശേഷം സ്പ്ലെൻഡിഡ് ഐസൊലേഷൻ എന്ന ഇറയിലേക്ക് അവർ പോന്നു. നമുക്ക് സ്പ്ലെൻഡിഡ് ഐസൊലേഷൻ ഒന്നും വരത്തില്ല, വേർഡ് ഹിസ്റ്ററി ഇല്ല. ഒരു കോണ്ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. നമുക്ക് ആ ചോദ്യമൊന്നും വരത്തില്ല, പക്ഷെ നിങ്ങൾ സമഗ്രമായിട്ട് ചരിത്രം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്ക് എന്ത് സംഭവിക്കുന്നു, ഒരു കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഫോക്കസ്. ഇന്ന് ഇന്ത്യ എന്ന് പറയുമ്പം ഇവര് ഉദ്ദേശിക്കുന്ന ഇന്ത്യക്ക് അത് ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ചൈനയുടെ ചില ടെറിട്ടറി ഉണ്ട്, ഭൂട്ടാൻ വരുന്നുണ്ട്, നേപ്പാൾ വരുന്നുണ്ട്. അതാണ് ഇവിടെ ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഉദ്ദേശിക്കുന്ന ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യ അല്ല. അപ്പൊ അവർ ഇന്ത്യയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, ഇതാണ് എക്കണോമിക് കോസ് എന്ന് പറയുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ കോസായി എക്കണോമിക് കോസായി. അപ്പൊ ഈ നിങ്ങൾ മനസ്സിലായി, കഴിഞ്ഞ കേസിന്റെ ചോദ്യം വന്നിരിക്കുന്നത് 1857 റിവോൾട്ടിനെ എക്കണോമിക് കോസ് ചെയ്യുന്ന, എങ്ങനെയാണ് ഇന്ത്യയിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രിയെ ബ്രിട്ടീഷുകാർ നശിപ്പിച്ചത്. ഓക്കെ, യെസ്, എക്സാക്ട്ലി. അപ്പം ചോദ്യം വന്ന വഴി നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ PIEI. ഇനി അടുത്തത് എന്താ, അടുത്ത ഡയമെൻഷൻ എന്തായിരുന്നു? PIEI. വാട്ട് വാസ് ദ നെക്സ്റ്റ് ഡയമെൻഷൻ ഹിസ്റ്ററി? സോഷ്യൽ കോസ്. അടുത്ത S ആണല്ലോ, സോഷ്യൽ കോസ്. സോഷ്യൽ കോസിലേക്ക് നമുക്ക് പോവാം.